അപ്പോൾ ഗൈസ്, നമ്മളുടെ എക്സ്പ്ലോറിങ് വയനാട് എന്ന് പറയുന്ന പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷോർട്ടിൽ പറഞ്ഞ മാതിരി തന്നെ പ്രവാസിയായ എൻ്റെ മുത്തുമണി വാപ്പിച്ചിനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇന്ന് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇടക്കൽ കേവ്, ഇടക്കൽ ഗുഹ, അല്ലെങ്കിൽ നമ്മളെ നെല്ലറച്ചാൽ. എന്താണെന്നറിയോ, നമ്മളെ വാപ്പയമ്മയൊക്കെ ഒരുപാട് കാലം നമുക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച ആൾക്കാരെ. വാപ്പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം വാപ്പിച്ചൊക്കെ ഗൾഫിൽ ജീവിച്ചാണ് നമുക്കും വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുക. അതിൻ്റെ പുറമെ അവരെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി അവർക്ക് എൻജോയ്മെൻറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മൾ നേരെ എടക്കൽ ഗുഹയിലേക്ക്, എടക്കൽ കേവ്, എടക്കൽ ഗുഹയിലേക്കാണ് പോകുന്നത്. റോഡ് മെല്ലെ പോയാൽ വെച്ച് വാപ്പിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. ഇത്രയും നേരം ഞാനായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. മെല്ലെ 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 ഏതാ നോക്കൊരു പച്ചപ്പൊക്കെ. അടിപൊളിയില്ലേ റോഡ് കാണാൻ. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ സീനാക്കുമോ എന്നറിയില്ല. വായിച്ച് നോക്കി റാംസ മഴ സീനാക്കുമോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, എടക്കൽ കേവിലേക്കാണ്. നല്ല ഗിയറിൽ താങ്ങി വാപ്പിച്ചി അമ്പതിൻ്റെ ഡ്രൈവറാണ്. പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ വാപ്പിച്ചി എനിക്കും, വാപ്പിച്ചി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ വാപ്പിച്ചിക്കും. ഞങ്ങൾ രണ്ടാളും ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തരലുണ്ട്. മനസ്സിലായല്ലോ? അടിപൊളി റോഡെല്ലാം ഒക്കെ. എടക്കൽ ഗുഹ തന്നെ പോലെ വെച്ചേ. അപ്പോൾ നമ്മൾ നേരെ എടക്കൽ കേവിലേക്കാണ് പോകുന്നത്. നേരെ അവിടെ ചെല്ലുന്നു ഗുഹയുടെ. ഞാൻ പണ്ട് +2 +1 പഠിക്കും. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, വയനാട് റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് എണ്ണ അടിക്കണ്ടേ, അവിടെ പോയിട്ട് എണ്ണ അടിച്ചിട്ട് വരാം. ഞങ്ങൾക്ക് വണ്ടിയിൽ എണ്ണ കുറവാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് എണ്ണ അടിച്ചിട്ട് വരും, എന്നിട്ടേ അങ്ങോട്ട് പോകുള്ളൂ. നമ്മൾ അമ്പലവയലിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലവയൽ എത്താനായിക്കൊണ്ടിരിക്കുന്നു. പെട്രോൾ പമ്പ് കയറുന്നു, എണ്ണ അടിക്കുന്നു. ഇതൊരു പുതിയ പെട്രോൾ പമ്പാണ് തോന്നുന്നു. പുത്തൻ ആ പെയിൻ്റൊക്കെ ഇങ്ങോട്ട് മണക്കുന്നുണ്ട്. ഇത് പുതിയ പെട്രോൾ പമ്പ് ഇതൊരു പുതിയ പെട്രോൾ പമ്പാണ് കേട്ടോ. ഇത് നമ്മളെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് റെസ്റ്റോറൻറ്റ്. അതാ അവിടെ ഒരു ഫേമസ് ബേക്കറി ഉണ്ട്. ആ ഫേമസ് ബേക്കറിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളൊരു ബായ് ഉണ്ട്. और कैसा भैया? अच्छा ठीक है, बढ़िया. आप किधर से आए? हम अभी झारखंड है. झारखंड. और सब ठीक है ना, बढ़िया ना? अभी इधर कितना साल हो गया? अभी इधर 4 महीना हुआ है. 4 महीना. क्या नाम है आपका? शमीम. बस हो गया? बस इतना जल्दी हो गया? 1010 रुपये എണ്ണ അടിച്ച് വേഗം ഫുള്ളായി പോയി. ഓക്കെ ഷമീം, താങ്ക് യു. അപ്പോൾ നമ്മൾ എണ്ണ അടിച്ചിട്ടോ, പിന്നെ 1010 रुपये എണ്ണ അടിച്ചത്. എന്താ അങ്ങനെ എണ്ണ അടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വാപ്പിച്ചിയും ഉമ്മച്ചിയും പണ്ട് മുതലേ അവർ പിന്തുടർന്ന് വരുന്നൊരു ധാരാളം. 500 रुपये കറക്റ്റിന് എണ്ണ അടിക്കരുത്. എന്താണെന്നറിയോ, 500 रुपये എണ്ണ അടിച്ചിട്ട് പിന്നെ 10 रुपये കൂടി ലേശം അധികം വീണാലോ എന്ന് വിചാരിച്ചിട്ട്. എന്താ അതിൻ്റെ ഒരു ഇതെന്താണ്, സോഷ്യോളജി എന്താണ്? മെല്ലെ നോക്കി എനിക്ക് എത്തിയില്ല. റാംസെ ചവിട്ടി നല്ല ചവിട്ടി വേണം. ഡബ്ബ അവൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ജബിളിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ടീം. അങ്ങനെയാണ് ഇടി എന്ന് പറഞ്ഞാൽ എംബൈൻ്റെ ഇടി ടീമാണ്. അപ്പോൾ നമ്മൾ നേരെ എടക്കൽ ഗുഹയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എടക്കൽ ഗുഹയിലെത്തിയിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം. ബാബുജേ, സംഭവം സെറ്റല്ല വെച്ചേ? ഹാപ്പി അല്ല വെച്ചേ? അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തു. കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ എടക്കൽ കേവിൽ പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ 50 रुपയ. കാറിനും ജീപ്പിനൊക്കെ വാങ്ങുന്നുണ്ട്. ബൈക്കിന് 20 रुपയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ പാർക്കിങ്ങും സംഭവങ്ങളൊക്കെ സെറ്റാണ്. നമ്മൾ ഏകദേശം അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എടക്കൽ ഗുഹ. അങ്ങോട്ട് നോക്കിയാൽ മേലെ കാണുന്നുണ്ടെങ്കിൽ അതാണ് എടക്കൽ കേവ്. ബാക്കി ഇനി അതിൻ്റെ മേലെ കയറുന്നതിനും എന്ത് വേണോ, പൈസ കൊടുക്കണം. ഓക്കെ, കയറിക്കോളാം. അപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ട് വണ്ടി, ഇവിടെ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. ആദ്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഒരു പാർക്കിംഗ് തരുമ്പോൾ നമ്പർ 1-ലുണ്ടോയെന്ന് ചോദിച്ചു നോക്കുക. നമ്പർ 1 പാർക്കിംഗ് ആണെങ്കിൽ അവിടെ അടുത്താണ്. നമ്പർ 4ഉം 5ഉം 6 ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇപ്പുറത്ത് ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് കുറേ കയറി പോകേണ്ടി വരും. ഇതാ ഇവിടെ റെയിൻ കോട്ടൊക്കെ ഉണ്ട്. കയറി പോയിട്ട് വരാം ചേച്ചി.
ഇതാണ്ട് ഇവിടെ 1.5 കിലോമീറ്ററോ? ഇവർ പറയുന്നുണ്ട് 1.5 കിലോമീറ്റർ നടക്കാണ്ട് റെയിൻ കോട്ടൊക്കെ വാങ്ങിക്കോളാനും. അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ റെയിൻ കോട്ടും സംഭവങ്ങളൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് വാങ്ങാം. എവിടേക്ക് ഇതൊക്കെ പാർക്കിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എടക്കൽ ഗുഹ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ടോപ്പിലാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ നിറച്ച് ഷോപ്പുകളുണ്ട് കേട്ടോ. സൂപ്പർ സ്റ്റോർ, ഇതെന്താ സ്പൈസസ് ഫാൻസി, സുവനീർ ഷോപ്പുകൾ, ചോക്കോ സ്പൈസി, പിന്നെ അതേപോലുള്ള ഹോട്ടലുകളും ചെറിയ ചെറിയ കോഫി ഷോപ്പുകളും ചെറിയ റെസ്റ്റോറൻറ്റുകളും സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാപ്പച്ചി പറയുന്നത് ബുള്ളറ്റ് കൊണ്ട് വരണമെന്ന്. പക്ഷേ എങ്കിൽ അഭിയേട്ടൻ്റെ അടുത്ത് സർവീസിന് എടുത്തിട്ട് ബുള്ളറ്റ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാപ്പച്ചിനെ കൊണ്ടാണല്ലോ ഇറങ്ങിയിരിക്കുന്നതെന്ന് വാപ്പച്ചിൻ്റെ അടപ്പ് ഞാൻ ഒരു 1.5 കിലോമീറ്റർ ഇവിടുന്ന് എടക്കൽ കേവിൻ്റെ അടുത്തേക്ക് നടക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മേലോട്ട് അതിലും കൂടുതൽ നടക്കാനുമുണ്ട്. അടപ്പ് ഊരും വാപ്പച്ചിൻ്റെ ഒന്ന് ഇടയ്ക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അറ്റൻഷൻ വിസിറ്റേഴ്സ്, നെറ്റ്വർക്ക് തകരാർ കാരണം ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ താൽക്കാലികമായി ലഭ്യമല്ല. ക്യാഷ് മാത്രം. മാനേജർ എടക്കൽ ഗുഹ. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ആർ ടെമ്പററി നോട്ട് അവൈലബിൾ ഡ്യൂ ടു നെറ്റ്വർക്ക് ഇഷ്യൂ. ഉടനെ ശരിയാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരിയാകുമായിരിക്കും അല്ലേ? പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് കേട്ടോ. ഇതിവിടെ ഒരു നേർച്ചപ്പെട്ടിയുണ്ട്. സെൻറ്റ് ജോർജ് മലങ്കര കാത്തോലിക് ചർച്ച് കുപ്പക്കൊല്ലി കേട്ടോ. നല്ല ഇത് പണ്ടെന്നോ ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്ക്, പഴയ കൊത്തുപണികൾ അടിപൊളിയല്ലേ? ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പഴയ ആൾക്കാരെ എന്തൊക്കെയോ കൊത്തുപണികൾ ഇങ്ങനെ ഇമ്മലുണ്ട്. ഇവിടെ ആരോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇട്ട് വെക്കരുത്, ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടൊരു വേസ്റ്റാക്കി സ്ഥലം മൊത്തത്തിൽ കൊളാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതിന് മേലെ ഒരു കുരിശുണ്ട്. ഇത് കയറി പോകുന്നിടത്തുള്ളതാണേ. ഇത് നമ്മൾ ഗുഹേൻ്റെ അങ്ങോട്ട് ഇനി 1 കിലോമീറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പോകുന്നിടത്താണ് ഈ സംഭവം ഉള്ളത് കേട്ടോ. വെൽക്കം ടു ഗ്രീനറി ഓഫ് വയനാട്. വയനാട്ടിൽ കാണാനുള്ള സ്ഥലങ്ങൾ: പൂക്കോട്ടിലേക്ക്, ബാണാസുര സാഗർ, പള്ളിക്കുന്ന് ചർച്ച്, പഴശ്ശിത്തോമ്പ്, പക്ഷിപാതാളം, തിരുനെല്ലി ടെമ്പിൾ, കുറുവ ഐലൻഡ് എല്ലാം എത്ര കിലോമീറ്ററാണെന്നുള്ള എഴുതിയിട്ടുണ്ട്. പൊൻകുഴി ടെമ്പിൾ, മുത്തങ്ങ, എടക്കൽ കേവ്സ്. എടക്കൽ കേവിലാട്ടെ നമ്മളിൽ കാരാപ്പുഴ ഡാം, മീൻമുട്ടി വാട്ടർഫാൾസ്, സൂചിപ്പാറ വാട്ടർഫാൾസ്, ലാവു ലേക്ക്. പിന്നെ ഈ സാധനമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. സന്ദർശകരെ ശ്രദ്ധിക്കുക. സംരക്ഷിത സാധനത്തെ കുപ്പിവെള്ളം, പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നത് കൗണ്ടറിൽ 20 രൂപ അടച്ച് ടിക്കറ്റ് പതിച്ച് വാങ്ങേണ്ടതാണ്. HOP കൗണ്ടറിൽ കാണിക്കുമ്പോൾ പണം തിരികെ നൽകുന്നതാണ്. ഇതൊരു നല്ല സ്കീമാട്ടോ. നമ്മൾ കുപ്പിയും കൊണ്ട് പോയിട്ട് കുപ്പി തിരിച്ചു കൊണ്ടുവന്നിട്ട്, അപ്പോൾ കുപ്പി അങ്ങനെ ഉണ്ടാവില്ല, കുപ്പി നമ്മൾ അവിടെ ഉപേക്ഷിക്കൂല. അതാണ് അതിൻ്റെ സ്കീം. മനസ്സിലായില്ലേ? കുപ്പി നമ്മൾ എന്താക്കൂല, അവിടെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി കുപ്പിയിൽ സ്റ്റിക്കർ പതിച്ച് കുപ്പി റിട്ടേൺ കൊണ്ടുവന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 20 രൂപ കിട്ടും. സെറ്റ്. അത് എഴുതിയിട്ടുണ്ട്. എടക്കൽ കേവ്സ് അഡൽസ് 50, ചിൽഡ്രൻ 30, മുതിർന്നവർ 50, കുട്ടികൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ. കയറി വരുമ്പോൾ തന്നെ നോക്കി ഇങ്ങനെ നല്ലൊരു പന്തലൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി വൈബ് കേട്ടോ. നല്ല കല്ലൊക്കെ പതിപ്പിച്ചിട്ട് നല്ലൊരു ആംബിയൻസ്. ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ. മക്കളെ സീനാണ്ടോ. കുറച്ചിങ്ങോട്ട് കയറിയപ്പോഴത്തേക്കിനും ചെറുതായിട്ട് ടയർഡായി. വാപ്പിച്ചിൻ്റെ എല്ലാ എനർജിയും പോയി. വാച്ച് എന്താ സ്ഥിതി? അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് കയറിയിട്ടുള്ളൂ. എന്താ ഗ്രീനറി നോക്ക് നിങ്ങളിങ്ങോട്ട്. അടിപൊളിയാട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മൾ വർത്താൻ പറയുന്ന കേട്ടിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. സംഭവം ഇവിടെ എന്തൊക്കെയോ ഇത് ഗസ്റ്റ് ഹൗസ് എങ്ങനെയാണെന്ന് തോന്നുന്നു. നല്ല ബിരിയാണി മന്തി എന്തോ മണക്കുണ്ട് ഇവിടുന്ന്. ഗായ്സ് പിന്നെ ഞങ്ങൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊന്നും വന്നപ്പോൾ ഇത്ര ദൂരമൊന്നുമില്ല. ഇവിടെ ഇടാലോ വായിച്ച വണ്ടി. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്, പക്ഷേ എങ്കിൽ എന്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും കയറിയപ്പോൾ തന്നെ സൈഡായി. നല്ല കാറ്റടിക്കുന്നുണ്ട്. മഴ മിക്കവാറും പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പെടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു ഗായ്സ്, തീർന്നു. പോകുന്ന വഴിക്കൊക്കെ ഇതേമാതിരി വലിയ വലിയ പാറക്കൂട്ടങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കി അല്ലേ? ആ കഴിയുമ്പോൾ തെന്നി നീങ്ങി നിൽക്കുന്നതാണോ വെച്ചേ? ഏത് നിമിഷവും താഴോട്ട് വരാതിരിക്കട്ടെ. നല്ല അടിപൊളി കാട്, പിന്നെ അടിപൊളി ഞങ്ങളും. ഇത് കോഫി ഷോപ്പ് എങ്ങനെയാണെന്ന് തോന്നിട്ടോ. അത് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്.
നല്ല അടിപൊളി സ്റ്റെയർ കേസൊക്കെ ഇങ്ങനെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ല ബൈക്കും കൊണ്ട് ഇത് ഇവിടുത്തെ നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫല്ലേ പുറമക്കാർക്ക് കയറാൻ പറ്റില്ലല്ലോ. അടിപൊളി വണ്ടി കേട്ടോ, മഞ്ഞ കളറ്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് കേട്ടോ. വണ്ടർ വേൾഡ് റിയാലിറ്റി റൈഡർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 12D റൈഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് സംഭവം സെറ്റില്ലേ. മേലെന്നൊക്കെ നമ്മൾ ഇവിടെ 100 രൂപയ്ക്കാണ് ചെയ്യുന്ന റിയാലിറ്റി റൈഡർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ കയറി നമ്മൾ ക്ഷീണിച്ച് അവശനായിട്ട് ഇറങ്ങി പോകുമ്പോൾ എന്താക്കുക, അവിടെ ഒന്ന് കയറി ഒന്ന് റിലാക്സ് ചെയ്യുക. ഓൽക്കൊരു 10 രൂപ ഇട്ടട്ടെ, അവർ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അവർക്കും വേണ്ട ജീവിക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നാടെ കയറുക. നോക്കില്ല, നമ്മളിത് അവിടെ എത്തിയപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ അങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. അതൊക്കെ രാത്രിയായിട്ടോ സീന. നമ്മൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മഴ മൂർച്ഛിച്ച് പെയ്യുന്നുണ്ട് കേട്ടോ. സീനാകുമോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മഴ പെയ്യാൻ നിൽക്കാൻ വേണ്ടിയിട്ട് വാപ്പിച്ചതാടി ഇരിക്കുന്നു. നമ്മൾ ഈ കയറി വരുന്നിടത്ത് തന്നെ വയനാടിൻ്റെ ആയോധന കല എന്ന് പറഞ്ഞിട്ട് ഇതാരാ? എൻ്റെ ഗുരുവാണ് ഇത്. പിന്നെ നിങ്ങളെ പേരെന്തായിരുന്നു? മനോജ് അല്ലേ? മനോജ് ഭായിൻ്റെ ഗുരുവാണ് കേട്ടോ ഇത്. ഗുരുവിൻ്റെ പേരെന്താ? ഗോവിന്ദൻ. എവിടെ വീട് എവിടെയാ? 5 കിലോമീറ്റർ. ഇത് ഗോവിന്ദൻ എന്ന് പറയുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ആയോധന കലയിലൊക്കെ ഒരുപാട് ഇതുണ്ടല്ലേ, ഗോവിന്ദൻ ആർച്ചറി പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അമ്പും വില്ലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്പ്, ഇവിടെ വില്ല്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്. 10 രൂപയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ ഇറങ്ങി വരുമ്പോഴോ നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്. നമുക്ക് ഇപ്പോഴൊന്നും അമ്പും വില്ലൊന്നും എവിടെയും കാണാനൊന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്താ വെച്ചേ പിടിക്കണ്ട. ഇതാണ് അമ്പ്. പക്ഷേ കുറച്ചങ്ങോട്ട് പോയിക്കോട്ട്. ശരിക്കും കാരണം ഇന്നെ നോക്കി വെച്ചാൽ എന്നെ അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കറക്റ്റ് അതിലേക്ക് ഇന്നെ പിടിക്കുന്നത്. ഇവിടെ തന്നെ ഞാൻ പിടിക്കണ്ട. സെറ്റ് നോക്കിക്കോളേ. വായിച്ചേ കറക്റ്റ് ഞാൻ എവിടെയാണ് കൊള്ളിച്ചതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ട് നോക്കിക്കോളൂ. ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് കാണിക്കാൻ വെച്ചേ. ഇന്നൊന്ന് കാണാം ഗായ്സ്. ഞാനിത് അവിടെ അമ്പ ചെയ്യാൻ പോവാണ് ഗായ്സ്. അങ്ങോട്ട് നോക്കൂ. അതാ കറക്റ്റ് നോക്കിക്കോ. യെല്ലോ പണ്ടേ എനിക്ക് ഭയങ്കര ഉന്നാണെന്നാണ് പറഞ്ഞത്. നോക്കിക്കോളൂ, ഇങ്ങോട്ട് നോക്കിക്കോളൂ ഗായ്സ്. നമ്മളിതാ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഗായ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ ഒന്ന് ചെയ്യട്ടോ. ഒന്ന് നോക്കിക്കോളിയാ. 2 അവിടെ വീണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്ക് കറക്റ്റ് ഇവിടെ തുളച്ച് കയറി. ഒന്നിതാ ഇവിടെ എങ്ങനെയായിരുന്നു തോന്നുന്നു, ഒന്നിതാ ഇവിടെ. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇങ്ങനെ വലിച്ചൂരി മൂപ്പർക്ക് എടുത്ത്. ഓക്കെ, താങ്ക് യു. പിന്നെ അത് അവിടെ നിങ്ങോട്ട് നോക്കി, മെയ്ഡ് ഇൻ വയനാട് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഇങ്ങോട്ട് നോക്കി. ഏതാ സെറ്റപ്പ് സാധനങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് വീണ് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വരുന്നവർ വാങ്ങിയിട്ട് പോകുക. നമുക്ക് ഷോക്കേസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളുടെ മഴ ഇവിടെ തകർത്ത് പെയ്യാൻ കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇന്ന് പെടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മഴ കുറച്ച് ചോർന്നപ്പോൾ കുട വാപ്പിച്ചിനോട് നിർത്താൻ പറഞ്ഞിട്ട് വാപ്പിച്ച് കുട തീർത്ത് ഞങ്ങളുടെ 2 ആളും എല്ലാം നടക്കുക കേട്ടോ. കുട നിർത്തിക്കോളി. പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി ഇടിക്കും. പനി പിടിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചി പറയും വല്ലാത്ത ജാതി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് വൻ സീനാവും. നല്ലൊരു ക്ലൈമറ്റ്, ചെറിയ ചാറ്റൽ മഴ. അപ്പം അങ്ങനെ നല്ല ഉഷാറായിട്ട് ചെറുതായിട്ട് അങ്ങനെ പോവാ. എന്ത് ആംബ്രൂവിൻ്റെ കൊടയുമായിട്ടാണ്. ആംബ്രൂവിൻ്റെ അല്ലതും ഉമ്മച്ചിൻ്റെ കൊടയുമായിട്ട് നമ്മൾ അങ്ങനെ പോവാണ്. അങ്ങോട്ട് നോക്കി അതോ മലങ്ങൾ കാണുന്നുണ്ടറിയില്ല. ഇവിടെയൊക്കെ കടകൾ കണ്ടുള്ളത്. ഉന്നളിയാ കൊയങ്ങി. ഈ സൈഡിലൊക്കെ നിറച്ച് ഷോപ്പുകൾ കണ്ടുള്ളത്.
അപ്പം ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വരുന്ന ആൾക്കാരെ പ്രതീക്ഷിക്കുന്നതാണല്ലോ. അപ്പോൾ വരുന്നവരൊക്കെ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുക, ഓൾക്കൊരു സന്തോഷമാവും. എന്തെങ്കിലും സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് ഉള്ളവരുണ്ട്. ഇവിടെ ചോക്ലേറ്റ് ഉണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞാൽ പറയൂ നമുക്ക്. ഓൾക്കൊരു സന്തോഷമാവും. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് വിൽക്കുന്നുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കല്ല വാങ്ങാം. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നവരുണ്ട്. ഇത് കയറിയിട്ട് ഇവിടുന്ന് ഇതാ കയറാൻ പോകുന്നവരുണ്ട്. ഞങ്ങളങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, ചെറിയൊരു ചാറ്റൽ മഴയാണ്. പൊളി വൈബ്. എന്താ വാപ്പച്ചൻ കൊടയും ചൂടിയാർന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്ന് പറയാനുള്ളത് വാപ്പച്ചി ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എന്തെന്നറിയോ, വേണ്ടായിരുന്നു ഈ ഒരു ചെയ്ത്തന്നോട് വേണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് വായിച്ചിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. വായിച്ചിങ്ങനെ ചിന്തിക്കുകയാണ്, വേണ്ടായിരുന്നു എന്നുള്ളതാണ് വാപ്പച്ചി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുകയാണോ എന്നുള്ള. വായിച്ചേ ഇങ്ങോട്ട് സൈഡ് ഇവിടെയൊക്കെ നോക്കാം. എൻ്റെ മോനെ നമുക്ക് വലിയ കൊല്ലി. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഇവിടെയൊക്കെ കച്ചവടക്കാരുണ്ടേ. നല്ല കുത്തനെയുള്ള ഇറക്കാട്ടോ. ഇങ്ങോട്ട് ഇവിടുന്ന് അതേമാതിരി കുത്തനെ. പക്ഷേ നല്ല നടക്കാനൊക്കെ നല്ലൊരു എന്താ പറയുക, നല്ല സൗകര്യമുണ്ട്. ഈ പോകുന്ന സൈഡൊക്കെ ഫുള്ള് പാറകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരാൾക്ക് 50 റുപ്യാണ്. ഞാനും വാപ്പച്ചിയും കൂടി എന്താ വാപ്പച്ചി വെഹിക്കിൽ വരുന്നത്. നോക്കി നടക്കണ്ട വെച്ചാൽ തെന്നി വീഴണ്ട. 50 100 റുപ്യ. പക്ഷേങ്കിൽ അവിടെ സ്കാനർ ഒന്നും വർക്കിംഗ് അല്ല. സ്കാനറൊക്കെ സീനാണ്. പിന്നെ ഞാൻ പറഞ്ഞു അവർക്ക് ശരിയാക്കി വെച്ചിട്ടില്ല. എല്ലാ കസ്റ്റമറുടെ കയ്യിലും പൈസയൊന്നും ഉണ്ടാവില്ലല്ലോ. സ്കാനറൊക്കെ സീനാണെന്ന് പറഞ്ഞേ. ഹായ് നമ്മളെ ചെന്നൈ എപ്പടി സൂപ്പറാ? ഓക്കെ ക്ലൈമറ്റ് സൂപ്പർ താനാ? ഓക്കെ താങ്ക് യു. അപ്പോൾ അത് നമ്മളുടെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന കുറച്ച് ടീം തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടീമാണ്. ഞാൻ കൊയങ്ങി. പക്ഷേ ഇത് സംഭവം അടിപൊളിയാക്കിയിട്ടുണ്ടാവും. സ്റ്റെപ്പൊക്കെ ഫുള്ള് കല്ലൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. മേലോട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ടൊക്കെ കയറിപ്പോകുന്ന നല്ല അടിപൊളി കല്ലൊക്കെ പതിപ്പിച്ചിട്ട് സെറ്റാക്കി. ഞാൻ ഒരു 10-15 കൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും വന്നിട്ട്. യോ ബ്രോ കമോൺ. വാപ്പിച്ചാർന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. കമോൺ നല്ലൊരു എന്താ പറയുക, തെന്നി വീഴണ്ട കേട്ടോ. മഴ പെയ്തത് കൊണ്ട് ചിലപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതകളുണ്ട്. അപ്പം മഴ പെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് മേലൊക്കെ അങ്ങോട്ട് ഫുള്ള് കുത്തനെ വേണം കയറി പോകാൻ. വെറും സീന്. വായിച്ചതാ മുമ്പിൽ കയറി പോകുന്നുണ്ട്. വായിച്ച് ഗോ. അപ്പോൾ വെറുതെ സീന്. ഞാനും മേലോട്ട് കയറി പോവാണേ. മേലേക്ക് കയറിപ്പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുള്ളൊരു വ്യൂ ഒക്കെ കണ്ടോ. തോടാ ബ്ലോക്ക് കർത്താ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വന്നപ്പോൾ ഒരു ഡൽഹിയിലുള്ള കുറച്ച് ടീമിനെ കണ്ടിട്ടോ. അവർ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വയനാട് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. आपका नाम क्या है? राजेश शर्मा. ओ आपका सॉरी भविष्य शर्मा. ओके थैंक यू ब्रदर. मेरा बाप बेटा है ना? ये भी मैं बाप बेटा है. हम लोग भी घूमने के लिए आया था. आपको ओके थैंक यू. ओके थैंक यू. आप लोग देखा है ना वो केरी चढ़ता रहा तो आने के टाइम रास्ता वो पूना जैसा रोड. ऊपर जाके बात करेगा तो सही है ना? अभी टायर्ड हो गया ना. അപ്പോൾ നമ്മൾ മേലെ കുറച്ച് എത്തിയിട്ടോ. അടിപൊളി. ഓ സ്ലിപ്പർ ചെയ്യാ ദേക്കെ ആണെങ്ക കയറി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്ലിപ്പാകുന്നുണ്ട്. അപ്പോൾ നോക്കി കയറി പോകണം. ഹായ് നിങ്ങൾ കയറി ഇറങ്ങിയതാ? കയറി അതാ അതിൻ്റെ മേലേക്കാണ് കയറി പോണ്ടേ. ഇവിടെ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റ് എടക്കൽ കേവ്. സംഭവം കഴിഞ്ഞ് ഈ സംരക്ഷിത സ്മാരകം കേടുവരുത്തുകയോ വിരൂപമാക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും 2015 പ്രകാരം 5000 രൂപ. ഓ ഇതർ നെയ്യേ വായിച്ച് കയറി. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇതാ വാപ്പിച്ച് മേലോട്ട് കയറി പോകുന്നുണ്ട്. ഞാൻ നൈസ്ലി നോക്കിയിട്ട് വായിച്ചേ. സ്ലിപ്പറിയാണ്. കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ തീർന്ന്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ
നമുക്ക് താഴുന്ന ആൾക്കാരെങ്ങനെ കാണാം, കൂക്കൊക്കെ ചെയ്യാം. അടിപൊളി സംഭവം. ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടെ കണ്ടോ? ഓ സോറി കൂക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. സോറി കൂക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പണ്ട് കൂക്കിയ ഒരു ഓർമ്മയിൽ ഞാൻ കൂക്കിപ്പോയതാണ്. പണ്ട് കൂക്കാമായിരുന്നു, ഇപ്പോൾ കൂക്കാൻ പാടില്ല. ഓക്കെ സോറി. അപ്പോൾ സംഭവം സെറ്റ്. ഇനി നേരെ മേലേക്ക് കയറി പോവാണേ. ഇത് കണ്ടോ, ഇതൊരു നാരോ എസ്കേപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മെല്ലെ വേണം കയറി പോകാൻ. സംഭവം സീനാണ്. ഇങ്ങോട്ട് ठीक है ना, बढ़िया ठीक है लेकिन वो मुश्किल है. अच्छा है, सही है, कोई टेंशन. പാപ്പിച്ച് മേലോട്ട് കയറിപ്പോയി, ഞാനും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി മേലോട്ട് വേണം പോകാൻ. എൻ്റെ മോനെ അമ്പോ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയെത്തി. മേലെത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു വെളിച്ചടിക്കുന്നുണ്ടോ, അടിപൊളി. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. കയറി കഴിഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിശ്ചിത വരയ്ക്കുക. പാറകൾ വരക്കുന്നതും ഗുഹാചിത്രങ്ങൾ സ്പർശിക്കുന്നതും ശിക്ഷാർഹമാണ്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. സംഭവം സെറ്റ്. കണ്ടോ, എടക്കൽ കേവിൻ്റെ ഉള്ളിലാണ് നമ്മൾ. സംഭവം നമ്മൾ ഇതിലിങ്ങനെ ഇറങ്ങി പോവാണ്. ചെറിയ മീനുറവൊക്കെ ഉണ്ട്. കണ്ടോ, ഓക്കെ എടക്കൽ കേവിൻ്റെ ഉള്ളിലെത്തി. അപ്പോൾ ഗൈസ് വാപ്പിച്ച് ഇതാ ഇവിടെ നിൽക്കുന്നത്. ഹാപ്പി അല്ല ചേച്ചേ? സെറ്റ് ഒന്ന് ഇടിച്ചാളി. ടടാ, നോക്കി കാണാൻ എന്താ ഭംഗി, നല്ല അടിപൊളി വ്യൂ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സൂപ്പർ പാറയൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകാനൊക്കെ പറ്റിയിട്ടുള്ള. മേലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ശരിക്കും പിന്നെ വെളിച്ചങ്ങനെ അടിക്കുന്ന നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു ഭംഗിയില്ല, എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വെളിച്ചടിക്കുന്നുണ്ടല്ലേ. അതിൻ്റെ കൂടെ ഓരോരുത്തർ മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട്, സീനായി. ഇത് ഡൽഹിയിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. ആ വിതരി റൊക്കോ നെയ് ഓ ഐസൈ റൊക്കോ തോടാ ഊപ്പർ റുക്കേക്കാ തു അച്ഛാ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നൊരു ഫാമിലിയാണ്. അപ്പോൾ അവരൊരു ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറഞ്ഞത്. ഞാൻ ഫോട്ടോ എടുത്തു കൊടുക്കാം. ഇതിൻ്റെ ഇവിടുന്ന് നെറ്റ്വർക്ക് ഉണ്ട് ഫോണിലൊക്കെ. നമ്മളിവിടുന്ന് ഇങ്ങനെ ഇവിടെയൊക്കെ സ്റ്റെയർ കേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, മേലെ കയറി പോകാൻ വേണ്ടിയിട്ട്. സംഭവം സെറ്റ്. താഴെ നിന്ന് ഫോട്ടോ എടുത്ത് വായിച്ചേ. വായിച്ചതാ കയറി പോകുന്നുണ്ട് കേട്ടോ മേലോട്ട്. ഗായ്സ് വാപ്പിച്ചത് മേലോട്ട് കയറി പോകാൻ. നമ്മളിപ്പോൾ എടക്കൽ കേവിലാട്ടോ ഉള്ളത്. വെറുതെ സീൻ മോനെ. കമോൺ വായിച്ചതാ മേലെ എത്തി. മേലോട്ട് അങ്ങോട്ട് സ്റ്റെയർ കേസ് നോക്കി വായിച്ചേ. തെന്നണ്ട കേട്ടോ. ഓക്കെ, അങ്ങനെ വായിച്ച ഏറ്റവും ടോപ്പിലെത്തി. സെറ്റല്ലേ ഇതൊക്കെ? മോനെ സംഭവം പൊളിട്ടോ. ഇവിടെയൊക്കെ കണ്ട ഈ കല്ലിൽ ഇങ്ങനെ കയറി പോകാൻ കറക്റ്റ് കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ ഇതൊക്കെ അമ്മച്ചി? ശരിക്കും സംഭവം പൊള്ളിയാട്ടോ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ എങ്കിൽ കാലിന് വയ്യാത്തവരൊന്നും കൊണ്ടുവരരുത്. മുകളിലേക്ക് പോവാ. അപ്പോൾ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത് കാലുവേദനയൊക്കെ ഉള്ളവർക്കും കയറാം. ഉമ്മമാരൊക്കെ കയറുന്നുണ്ട്. അപ്പം ഞാൻ ഉമ്മച്ചിനെ കൊണ്ട് അടുത്ത പ്രാവശ്യം എടക്കൽ ഗുഹയിൽ കയറാൻ വരുന്നതായിരിക്കും. അമ്മച്ചി ഇവിടെ കയറി വന്നല്ലേ, ഒരു വ്യൂ നോക്കിയോ. വാ, എന്താ വ്യൂ നോക്ക്, പൊളി വ്യൂ അല്ലേ. മേളിൽ ആൾക്കാർ ഇറങ്ങി വരുന്നത്, ഇവിടെ താഴെ ആൾക്കാർ. നല്ല അടിപൊളി. ഇതാണ് എക്സിറ്റ്. വാപ്പിച്ച മേലോട്ട് കയറി പോകുന്നുണ്ട്. ഞാനിവിടെ എത്തിയപ്പോഴത്തേനും ശരിക്കും ടയേർഡായി. പഴയതുപോലെ ഒന്നും വയ്യ, കയറി പോകാൻ പറ്റുന്നില്ല. വായിച്ചതാ കയറി പോന്നെ. വായിച്ചേ പാത്ത് സദേക് ഷോഫേന യല്ലാ എപ്പടേ വായിച്ചതാ ടോപ്പിലെത്തിട്ടോ.
ഇവിടെ സ്റ്റെയറിലൊക്കെ ഇത് മാർബിളാണോ ഗ്രാനൈറ്റ് ആണോ അറിയില്ല. ഇവിടെയൊക്കെ സ്റ്റീലാണ്. ഉയരം കൂടുന്തോറും ഭംഗി കൂടുമെന്ന് പറയുന്നത്. ഇങ്ങോട്ട് കയറുന്നതനുസരിച്ച് ഭംഗി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഭംഗി സംഭവം പൊളി. അങ്ങനെ വാപ്പച്ചനെയും കൊണ്ട് നമ്മളുടെ ഫസ്റ്റത്തെ കടമ്പ കടന്നിട്ടോ മേലോട്ട് കയറുന്നേ. യാ മോനെ എങ്കെത്തിയടാ രംഗണ്ണൻ ഇങ്ങെത്തി. ഔ ഏതാ നോക്കുമ്പോൾ ഒരു ക്ലൈമറ്റ് ചെറിയ ചാറ്റൽ മഴ പെയ്തത് കൊണ്ട് ആ ഫോഗൊക്കെ അങ്ങനെ ഉണ്ട്. വാപ്പച്ചേ എന്താ സ്ഥിതി? അപ്പം ഞാനിവിടെ അങ്ങോട്ട് ഒരൊറ്റ തള്ളല്. എൻ്റെ മക്കളെ അങ്ങോട്ട് നോക്ക്, ഏതാണൊരു മൊഞ്ചി എന്നുള്ളത്. നമ്മളെ വയനാട് വായിച്ച അവിടെ സ്ലിപ്പാണ്ടേ ഉമ്മച്ചി കൊല്ലും. യോ ഗൈസ് ഇതാ വാപ്പച്ചി ഇവിടെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് വെച്ചേ. ആ മഴയും പെയ്യണം, അപ്പോൾ കാറ്റും അടിക്കണം. യുവാവിനെ കൊക്കയിൽ നിന്നും കണ്ടെടുത്തു എന്ന് പറയും. പിന്നെ അപ്പോൾ ഗൈസ് വാപ്പച്ചിൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നിങ്ങളൊന്ന് കാണിച്ചോട്ടെ. ഇതാ നമ്മളെ കുറച്ച് ബ്രോസ്. നിങ്ങൾ ഇവിടെ നാട്ടിലെവിടെയാ? മലപ്പുറം. രണ്ട് മലപ്പുറ. പേരെന്താ നിങ്ങൾ പേരോ? അപ്പോൾ നമ്മളെ ഫഹീം ബ്രോ, ഇർഷാദ് ബ്രോ കാണുന്നില്ലല്ലോ. ഫഹീം ബ്രോ, ഇർഷാദ് ബ്രോ 2 സബ്സ്ക്രൈബേഴ്സിന് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വയനാടിനെ പറ്റി എന്താ അഭിപ്രായം? വയനാട് പൊളിയാണെന്ന് പറയുന്നത്. പൊളി വൈബല്ലേ? അതാണ്, അത് കേട്ടാൽ മതി. ഗൈസ് ഇവിടെ പ്രവേശനമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സർക്കാർ ഉത്തരവ് അനുസരിച്ച് അമ്പകുത്തി മലയിലേക്കുള്ള ട്രക്കിംഗ് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. സംഭവം പൊള്ളി ആയനെ. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മേലോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നിശബ്ദത പാലിക്കുക, പാറകളിൽ വരക്കുന്നതും ഇവിടെ ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുന്നത് എന്ത് ഭംഗിയാണെന്നറിയാം. കാണാനൊക്കെ നല്ല സൂപ്പർ ഭംഗിയാട്ടോ. കാണാനൊക്കെ നല്ല രസമുള്ളൊരു സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും സൈലൻ്റായിട്ടിരിക്കണം. ഇതൊക്കെ കണ്ട ഈ സൈഡിൽ ഇത് ശരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ BC 6000 കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ വരച്ചതാണ് പറയുന്നത്. കുറേ മാഞ്ഞു പോയി. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ താമസിച്ചിട്ടുണ്ടാവും. വായിച്ചേ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ താമസിച്ചിട്ടുണ്ടാവും. നോക്ക് നിങ്ങൾ എന്താണ് സെറ്റപ്പ് എന്നുള്ള. അടിപൊളിയല്ലേ? ഇത് കണ്ടോ ഇത് BC 6000 ഇവിടെ താമസിച്ച അല്ലെങ്കിൽ ആളുകൾ വരച്ചതാണ്. എന്ത് ഭംഗിയാണ് നമുക്ക് കാണാൻ. എൻ്റെ ബാക്കിൽ കണ്ടോ, നമുക്കൊരു പാറ വന്ന് ഇവിടെ തങ്ങി നിൽക്കണം. ആ പാറ ഈ പാറൻ്റെ ഇടയ്ക്ക് ഇവിടെ വേറെ ഒരു പാറ ഇങ്ങനെ വന്നിട്ട് തങ്ങി കിടക്കുന്നു. സംഭവം അടിപൊളി. ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും കണ്ടിട്ടില്ല. ഇതിലൊക്കെ ഇപ്പോൾ പായലൊക്കെ പിടിച്ചിട്ട് ശരിക്കും കാണാത്തത് കൊണ്ടാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എന്തോ ഇങ്ങനെ എഴുതി വെച്ചതാണ് സംഭവം. കാണുന്നുണ്ടോ? അടിപൊളി. എന്താ സെറ്റപ്പ് ഉണ്ടോ? അടിപൊളി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ ഈ ബേക്കിൽ കാണുന്ന ലിപികളൊക്കെ ഈ സൈഡിൽ ഫുള്ള് കാണുന്ന എന്താ സെറ്റപ്പ് അല്ലേ? പൊളി. ആളുകളൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഇത് താഴോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരു കടമ്പയാണ് കേട്ടോ. വെറുതെ സീന്. ഇതിലിങ്ങനെ ഇറങ്ങി താഴോട്ട് ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. പനി സീന്. ഈ സൈഡിലും അടിപൊളി സ്റ്റെയർ കേസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായ സ്റ്റെയർ ഫുള്ള് സ്റ്റീലിലും പിന്നെ മാർബിളോ. ഇത് മാർബിളോ ഗ്രാനൈറ്റോ വെച്ചേ? ഇത് ഗ്രാനൈറ്റിലൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ള. സംഭവം പൊള്ളിയാണ്. അടിപൊളി. സൂപ്പർ. അതിൻ്റെ ഇടയ്ക്ക് കടപ്പൻ്റെ പീസുണ്ട്. വാപ്പച്ചി എൻജോയ് ചെയ്തില്ല ചേച്ചേ? ഒന്ന് നോക്കി അവിടെ. ഒരു മിനിറ്റ്. അപ്പോൾ വാപ്പച്ചിക്ക് ഇന്നത്തെ വീഡിയോനെ പറ്റി എന്താ പറയാനുള്ളത്?
എനിക്കൊന്നും അമേസിങ്, ഐ അപ്രീഷിയേറ്റ് എന്നാണ് വാജി പറയാറുള്ളത്. വാപ്പിച്ചിന്റെ അടപ്പൂരി ആറാട്ടെണ്ണനെ പോലെ ആയിപ്പോ. വാപ്പിച്ചിന്റെ അടപ്പൂരി എന്നാണ് പറയുന്നത്. ടയർഡായോ? ഇല്ലല്ല. ഇനി നാളെ നമ്മൾ അടുത്ത സ്ഥലത്തെ കണ്ടുപോകുന്ന നമ്മൾ പൊളിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നീ തിരിഞ്ഞിക്ക്. പക്ഷെ അത് കരിഞ്ഞിരിക്കാന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം വാപ്പിച്ചിനെയും കൊണ്ട് നമ്മൾ എടക്കൽ കേവ്. ഇനി നാളെ നമ്മൾ വേറൊരു ദിവസം. നമ്മളിനി ഡെയിലി വീട്ടിൽ നിന്ന് അടി ഉണ്ടാക്കുക, എങ്ങോട്ടെങ്കിലും പോവുക. വീട്ടിൽ നിന്ന് അമ്മച്ചിനോടും പെണ്ണുങ്ങളോടും ഇടി ഉണ്ടാക്കുക, എങ്ങോട്ടെങ്കിലും പോവുക. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നമ്മൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളിട്ടോ.